السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجز أهل البيت ويطهركم تطهيرا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളുമാകുന്ന ഇസ്ലാമിൻ്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിതം നയിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഭാര്യ എന്നുള്ളത്. വൈവാഹിക ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഷയത്തിൽ ഭാര്യമാർക്ക് അനൽപമായ പങ്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ്. വൈവാഹിക ജീവിതത്തിലെ പകുതി പങ്ക് ഭാര്യമാർക്കാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ, തീർച്ചയായിട്ടും സ്ത്രീകൾ പുരുഷന്മാരുടെ പാതിയാണ്, ബെറ്റർ ഹാഫാണ് എന്നാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ നിർമ്മാണത്തിലെ അടിസ്ഥാനപരമായ ഘടകമാണ് ഭാര്യമാർ എന്നുള്ളത്. ഭർത്തൃ വീട്ടിലേക്ക് നവവധുവായി കയറി വരുന്ന ഭാര്യ പിന്നെ ആ വീടിൻ്റെ ഭരണാധികാരിയാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടുത്തെ കൈകാര്യകർത്താവും അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഭാര്യമാരായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെക്കുറിച്ച് 33-ാമത്തെ അധ്യായം അഹ്സാബിൽ 24-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അവരെക്കുറിച്ച് നൽകുന്ന ഉപദേശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരായിട്ടുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുന്നത് വദ്കുർന, നിങ്ങൾ ഓർക്കണം, മാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നിങ്ങൾ ഓർക്കണം. വൽ ഹിക്മ, അള്ളാഹുവിൻ്റെ തത്വവും ജ്ഞാനവുമാകുന്ന കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടുകളിൽ വെച്ചാണ് അവതരിപ്പിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ പ്രയോഗിച്ചൊരു പ്രയോഗം മാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ നബിയുടെ ഭാര്യമാരുടെ വീട് എന്നാണ്. സത്യത്തിൽ ആ വീട് റസൂലുള്ളാഹിൻ്റെതാണ്. പക്ഷെ ഖുർആൻ പ്രയോഗിക്കുന്ന പ്രയോഗം അവരുടെ വീട്, ഭാര്യമാരുടെ വീട് എന്നാണ്. വിവാഹമോചിതയായ സ്ത്രീയെ ഇദ്ദയുടെ കാലഘട്ടത്തിൽ
ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഖുർആൻ ഉപയോഗിക്കുന്ന പദം ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, ആ സ്ത്രീകളെ ഭാര്യമാരെ അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കരുത്. അവരുടെ വീടെന്നാ, സത്യത്തിൽ ഭർത്താവിൻ്റെ വീടാണ്. അപ്പോൾ അത് ആ ഭാര്യയുടെ വീടായിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. അവിടെ നിന്ന് പുറത്താക്കരുത് എന്നാണ്. ഇങ്ങനെ ഭർതൃഗൃഹത്തെ ഭാര്യമാരുടെ വീട് എന്ന് പറയാൻ കാരണം വീട്ടിൽ മുഴുവൻ സമയവും ഉണ്ടാകുന്നത് ഭാര്യമാരായതുകൊണ്ടാണ്. ഭർത്താക്കന്മാർ ജോലി ആവശ്യാർത്ഥമോ മറ്റ് പഠനത്തിനോ പ്രബോധന പ്രവർത്തനങ്ങൾക്കോ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അധിക സമയം വീടിന് പുറത്തായിരിക്കും. സ്ത്രീകളായിരിക്കും വീടുകളുണ്ടാകുക. അതുകൊണ്ടാണ് ഈ വീട് അവരുടേതാണ്, വീട് ഭാര്യമാരുടേതാണ് എന്ന് പറയാൻ കാരണം. ഇസ്ലാം അവർക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്, അതോടൊപ്പം അത് വലിയൊരു ഉത്തരവാദിത്വവുമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വൽ മർഅതു റായിയത്തുൻ അലാ ബൈതി സൗജിഹാ വ വലദിഹി, ഒരു ഭാര്യ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ വീടിൻ്റെ ഉത്തരവാദിത്വം വലദിഹി, ആ മക്കളുടെ ഉത്തരവാദിത്വവും ഒക്കെ ആ ഭാര്യയിൽ അർപ്പിതമാണ് എന്നാണ്. അപ്പോൾ ഒരു സ്ത്രീ വിവാഹിതയാകുന്നതോടുകൂടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. ഭർത്താവിനോടും മക്കളോടും കുടുംബത്തോടുമൊക്കെ ഉള്ള ബാധ്യതകൾ ഏറ്റെടുക്കാൻ ആ സ്ത്രീ തയ്യാറാവണം എന്നാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മനോഹരമായ കുടുംബജീവിതം നയിക്കുവാൻ അവർ തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് ഇസ്ലാം അവരോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ പെൺകുട്ടികൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായി വരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച. പഠിച്ച് ജോലി നേടി സ്വന്തം വരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ജീവിക്കണം, സിംഗിളായി ജീവിക്കണം എന്നാണ് അല്ലേ. പാറി നടക്കുന്ന പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്നാണ് ഈ പാട്ടുപാടുന്നത്. സ്വതന്ത്രരായി ജീവിക്കണമെന്നാണ്, വരുമാനം ഉണ്ടാക്കണമെന്നാണ് അല്ലേ. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണ്? അതിന് വേണ്ടിയിട്ട് വരുമാനമില്ലാത്ത ആളുകൾ പല റീൽസും ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റും റീൽസുകളുണ്ടാക്കി പോസ്റ്റ് ചെയ്ത് അതിന് ലഭിക്കുന്ന റീച്ചിലും ഫോളോവേഴ്സിലും ഒക്കെയാണ് അവർ സായുജ്യമടയുന്നത്. പക്ഷേ ഈ ഒരു വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുവാനുണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് മക്കളില്ല, ഭർത്താവില്ല, കുടുംബങ്ങളില്ലാതെ ഏതെങ്കിലും ഒറ്റക്കായിക്കൊണ്ട് ഏതെങ്കിലും ഹോട്ടൽ മുറിയിലോ ഒഴിഞ്ഞ സ്ഥലത്തോ അവർ മരണപ്പെടുന്ന ഒരവസ്ഥയാണ്. മരണപ്പെടുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മക്കളില്ല. വലതും സാലിയും യദൂലോ റസൂലുള്ളാഹി പറഞ്ഞ മക്കൾ അവർക്കില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ തരം താഴ്ന്നു പോകുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് എതിരാണ്. സ്ത്രീയുടെ ശരീരപ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവളെ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു കുടുംബിനിയാകാനും സമൂഹത്തിലെ ഉത്തമ പൗരന്മാർക്ക് ജന്മം നൽകാനും അങ്ങനെ സമൂഹ സൃഷ്ടിയിൽ ഭാഗവാക്കാകാനും വേണ്ടിയിട്ടാണ്. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോഴാണ് അവൾ അവളുടെ ധർമ്മം നിർവഹിച്ചവൾ ആവുകയുള്ളൂ എന്നാണ്. അത് ഓരോ ഭാര്യമാരും അവരുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമൊക്കെ മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ്. തൻ്റെ ബാധ്യതകൾ എന്താണ്, തൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് ഓരോ ഭാര്യമാരും മനസ്സിലാക്കണം. ആ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഖുതുബയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് ഭാര്യ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒന്നാമത്തെ സ്ഥാനം ഭർത്താവിൻ്റെ സംതൃപ്തിയും ഇഷ്ടവും കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഉത്തമമായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവുമായി കൂടിച്ചേർന്ന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അതോടൊപ്പം ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ജീവിക്കുന്നവരാണ്. ഭർത്താവിൻ്റെ ഇഷ്ടമെന്ത് അനിഷ്ടമെന്ത് എന്ന് ഇവർ മനസ്സിലാക്കും. നല്ല ഭാര്യമാർ അതിനനുസരിച്ച് പ്രവർത്തിക്കും. രാവിലെ സുബൈക്ക് പള്ളിയിൽ പോകുന്ന ഭർത്താവിന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കുന്ന പതിവുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഭാര്യ അത് അവൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നേരത്തെ എഴുന്നേറ്റിട്ട് അവർ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഭർത്താവിൽ അവർക്കുണ്ടാകുന്ന സ്ഥാനവും അവർക്കുണ്ടാകുന്ന പദവിയും ഉയരുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങനെയാണ് നബിയോട് പെരുമാറിയത്. ഹിറാ ഗുഹയിൽ നിന്ന് വഹി ലഭിച്ച് പേടിച്ച് ഭയവിഹ്വലനായി വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പോൾ ആവശ്യം ഒരു കട്ടൻ ചായ അല്ല എന്ന് ഖദീജ ബി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആവശ്യം അവർക്ക് ആശ്വാസമാണ്. ബെഡിൽ കിടത്തി പുതച്ചു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുകയാണ്.
എന്നിട്ട് പറയുന്നുണ്ട്, വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ, നിങ്ങളെ ഒരിക്കലും അള്ളാഹു നിങ്ങളെ നിന്ദ്യമാക്കുകയില്ല. നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നുണ്ട്, സത്യസന്ധത പാലിക്കുന്നുണ്ട്, പാവപ്പെട്ടവൻ നിങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഖദീജ ബീബി റസൂലുള്ളാഹിനെ സമാശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ്. ഉത്തമമായ ഒരു ഭാര്യയെ നമുക്ക് ഖദീജ റളിയല്ലാഹു അൻഹയിൽ കാണാം. ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, ഇംഗിതങ്ങളാണ്, ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയും കൊണ്ടാണ് അവർ പെരുമാറുന്നത് എന്ന. ഭർത്താവിനൊരു പ്രശ്നം വരുമ്പോൾ സമാശ്വസിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്നവളായിരിക്കണം ഭാര്യ എന്നാണ്. ഓരോ കച്ചവടങ്ങളും ജോലികളും ഒക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കുവാൻ ഭാര്യമാർ അവരെ സഹായിക്കണം എന്നാണ്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഭാര്യമാർ അവർക്ക് പ്രചോദനം നൽകണമെന്ന. ഉന്നതിയിൽ എത്തിച്ചേർന്ന മഹൽ വ്യക്തിത്വങ്ങളുടെ ചരിത്രം പലതും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീയുടെ കരങ്ങളുണ്ടായിരുന്നു. ഒന്നുകിൽ അവരുടെ ഉമ്മമാർ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരുടെ കരങ്ങൾ, ആ പ്രചോദനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാര്യാഭർത്തൃ ബന്ധം അനശ്വരമായി അഭംഗുരം തുടരും എന്നുള്ളതാണ്. ഖുർആനിലെ 4-ാം അധ്യായം നിസായിലെ 34-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, ഫസ്വാലിഹാതു ഖാനിതാതുൻ നാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സജ്ജനങ്ങളായ സ്ത്രീകൾ അവർ അനുസരണമുള്ള സ്ത്രീകളാണ്. ഹാഫിളാതുൻ ലിൽ ഗൈബി, ഭർത്താവിൻ്റെ അഭാവത്തിൽ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കുന്നവരാണ്. ഭർത്താവിൻ്റെ സമ്പത്ത് അവർ സംരക്ഷിക്കും, തൻ്റെ അഭിമാനം അവർ സംരക്ഷിക്കും എന്നുള്ളതാണ്. അപ്പം ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് ആണ് അവരിൽ നിന്നും ഉണ്ടാവുക എന്നാണ്. ഏതൊരു സംവിധാനത്തും നമുക്കറിയാം ഒരു നേതൃത്വം വേണം. നേതൃത്വമില്ലാത്ത ഒരു സംവിധാനവും സമൂഹവും പരാജയപ്പെടും. അപ്പോൾ കുടുംബ സംവിധാനത്തിൽ നേതൃത്വം ഭർത്താവിനാണ്. ആ നേതൃത്വം അംഗീകരിച്ച് ഭർത്താവിന് വിധേയമായി അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ അദ്ദേഹം പറയുന്നത് അനുസരിച്ച് സഹകരണത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഭർത്തൃജീവിതത്തിൽ അനിവാര്യം. ആ നേതൃത്വം വേണം, അത് അംഗീകരിക്കണമെന്ന്. പക്ഷേ ഇതൊരു അടിമത്തമല്ല, മറിച്ച് പരസ്പരമുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ്, ഒരു ഫ്രണ്ട്ഷിപ്പാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ പരസ്പരം ഫ്രണ്ട്ഷിപ്പോടുകൂടി മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞത് അത് സന്തുഷ്ടപരമായ സംതൃപ്തിയുള്ള ഒരു വൈവാഹിക ജീവിതമാണ്. സിംഗിളായി ജീവിക്കുന്ന സ്വതന്ത്രവാദികൾക്ക് അത് ലഭിക്കാത്ത സന്തോഷമാണത്. അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഈ സന്തോഷം ലഭിക്കില്ല എന്നാണ്. ഭാര്യയെ ദർശിക്കുമ്പോൾ തന്നെ ഭർത്താവിന് സംതൃപ്തിയാണ്. പ്രവാചകൻ പറഞ്ഞു, ഖൈറുൻ നിസായി ഇംറഅത്തുൻ ഇദാ നദർത ഇലൈഹാ സറത്തുക. സ്ത്രീകളിൽ ഏറ്റവും ഉത്തമമായ സ്ത്രീ എന്ന് പറഞ്ഞാൽ നീ അവളെ നോക്കിയാൽ തന്നെ നിനക്ക് സന്തോഷം ഉണ്ടാകുമെന്നാണ്. പ്രഭാതത്തിൽ ജോലിക്ക് പോയി വൈകുന്നേരം ക്ഷീണനായി തിരിച്ചു വരുന്ന ഭർത്താവ് വരുന്ന സമയം നോക്കി പൂമുഖവാതിൽക്കൽ കാത്തു നിൽക്കുന്ന ഭാര്യ, ആ ഭാര്യയെ ദർശിക്കുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ ടെൻഷനുകളും ഭർത്താവിൻ്റെ പ്രയാസങ്ങളും ഇല്ലാതായി പോവുകയാണ്. ഭർത്താവിനെ പുറ്റിരിക്കുന്ന മുഖവുമായി സ്വീകരിച്ചുകൊണ്ട് ഭർത്താവിന് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭാര്യ, അവൾ ഒരു വലിയ ഒരു സമ്പാദ്യമാണ് ഈ ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്നാണ്. വൈദ അമർത്തഹ അതാഅത്ക, നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ വാക്യഭാഗത്ത് പറയുന്നുണ്ട്, വൈദ അമർത്ത, നീ അവളോട് വല്ലതും പറഞ്ഞാൽ അതാഅത്ക, അവൾ നിന്നെ അനുസരിക്കുന്നു എന്നാണ്. വിവാഹിതരാകുന്നതോടുകൂടി അത് ശക്തമായ ഒരു ബന്ധമാണ് അവർക്കിടയിൽ രൂപപ്പെടുന്നത്. വളരെ ശക്തമായ ഒരു ബന്ധമാണ് അവർക്കിടയിൽ രൂപപ്പെട്ടു വരുന്നത് എന്നാണ്. ഭർത്താവ് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ബന്ധം അത് സുദൃഢമാകുകയാണ്. സുദൃഢമായൊരു ബന്ധമായി അത് മാറുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഭാര്യമാർക്ക് അള്ളാഹുവോടുള്ള അനുസരണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കടപ്പാട് ഭർത്താവിനോടാണ് എന്ന് പറയാൻ കാരണം. അള്ളാഹിനുള്ള കടപ്പാട് കഴിഞ്ഞാൽ പിന്നെയുള്ള കടപ്പാട് ഭർത്താവിനോടാണ്. മാതാപിതാക്കളെ അനുസരിക്കലും ഒക്കെ അതിന് ശേഷമാണ് വരുന്നത് എന്നാണ്. സ്വന്തം മാതാപിതാക്കളെ അനുസരിക്കലും അവരോടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കലുമെല്ലാം ഭർത്താവിനോടുള്ള കർത്തവ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായം. കുറ്റകരമല്ലാത്ത എല്ലാ കാര്യത്തിലും ഭർത്താവിനെ ഭാര്യമാരനുസരിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ പറയുന്നുണ്ട്, വലൈസ അലൽ മർഅത്തി ബഅദ ഹഖില്ലാഹി വറസൂലിഹി ഔജബ മിൻ ഹഖി സൗജ. അള്ളാഹുവിനോട് റസൂലിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ
ഒരു സ്ത്രീക്ക് പിന്നെ ഏറ്റവും കടപ്പാടുള്ളത് തൻ്റെ ഭർത്താവിനോടാണ് എന്നാണ്. അപ്പോൾ ഭർത്താവിനോടുള്ള ഈ കടപ്പാടും കർത്തവ്യവും ഓരോ ഭാര്യമാരും മനസ്സിലാക്കണം എന്നാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൽ പറയുന്നുണ്ട് നിസായിലെ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, രണ്ടാമത്തെ കർത്തവ്യമാണത്. ഹാഫിളാത്തുൻ ലിൽ ഗൈബി, ഭർത്താവിൻ്റെ അഭാവത്തിൽ അവർ സൂക്ഷിക്കുന്നവളാണ്. എന്താണ് സൂക്ഷിക്കുന്നത്? തൻ്റെ അഭിമാനം സൂക്ഷിക്കുന്നവളാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സമ്പത്തും സമ്പാദ്യങ്ങളും വീടും ഒക്കെ അവർ സംരക്ഷിക്കുമെന്നാണ്. ഭർത്താക്കന്മാർ വിദേശത്തോ അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം ദൂരെ ദിക്കിലോ ഉള്ള ഭാര്യമാർ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണമെന്നാണ്. റസൂൽ കൃത്യമായി അത് പറഞ്ഞു. വൈദാ ഗാബ അന്ന അഫ്ളതു ഫീ നഫ്സിഹ വ മാലിഹ, ഭർത്താവ് മറഞ്ഞു പോയാൽ, ഭർത്താവ് അവനിൽ നിന്നില്ലാത്ത സന്ദർഭത്തിൽ, അഭാവത്തിൽ ആ ഭർത്താവിന് സമർപ്പിക്കേണ്ട തൻ്റെ ശരീരം അവർ കാത്തു സൂക്ഷിക്കും, ഭർത്താവിൻ്റെ ധനം അവർ കാത്തു സൂക്ഷിക്കുമെന്നാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ദൂരദിക്കിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർ ആഴ്ചയിലോ മാസങ്ങളിലോ അല്ലെങ്കിൽ വർഷങ്ങളിലോ ഒക്കെ വരുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ ആ ഭർത്താക്കന്മാർ അയക്കുന്ന സമ്പത്ത് ദൂർത്തടിച്ചുകൊണ്ട് രഹസ്യകാമുകനെ സ്വീകരിച്ച് അങ്ങനെ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളത് വലിയ വഞ്ചനയാണ്, വലിയ പാപമാണ് എന്നാണ്. ഭർത്തൃ സമ്പത്ത് ഭാര്യമാരുടെ പക്കൽ അമാനത്താണ്. അത് അവർ അമാനത്തായി ഏൽപ്പിച്ചു കൊണ്ടാണ് പോകുന്നത്. അത് പാഴാക്കി കളയരുത് അവരുടെ അഭാവത്തിൽ എന്നാണ് ഈ ആയത്തും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഭാര്യമാർ മനസ്സിലാക്കേണ്ട അവരുടെ കർത്തവ്യങ്ങളിൽ മൂന്നാമത്തെ കർത്തവ്യം ഭർത്തൃ വീട്ടിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കണമെന്ന. ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ, ഭർത്തൃക്കന്മാർ പരസ്പരം കൈമാറുന്ന സ്വകാര്യങ്ങൾ ഇതൊന്നും പരസ്യമാക്കരുത്. സ്വന്തം മാതാപിതാക്കളോടോ അടുത്ത ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പോലും ഇത് പരസ്യമാക്കരുത്, അത് വലിയ തെറ്റാണ് എന്നാണ്. മഹാനായ ഇബ്നു ഉസൈമിൻ, മക്കായിലെ മുഫ്തിയായ ഇബ്നു ഉസൈമിൻ പറയുന്നുണ്ട്, ഇന്നമാ യഫ്അലുഹു ബഅദു നിസാഇ മിൻ നഖ്ലി അഹാദീസിൽ മൻസിൽ വൽ ആയാത്ത് സൗജിയൽ അഖാരിബ് വസ്സദീഖാത്തി അംറുൻ മുഹറം. ഇന്നത്തെ കാലത്ത് ചില പെൺകുട്ടികളും അതേമാതിരി ചില സ്ത്രീകളുമൊക്കെ ചെയ്യുന്ന കാര്യം എന്താണ്? വീട്ടിനുള്ളിൽ ഭർത്തൃ ബന്ധത്തിൽ പരസ്പരം പങ്കുവെക്കുന്ന രഹസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും പരസ്യമാക്കുക, അല്ലെങ്കിൽ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറയുക എന്നൊക്കെ ഉള്ളത് അംറുൻ മുഹറമുൻ, ഹറാമായിട്ടുള്ള കാര്യമാണ്. വലാ യഹില്ലു ലിംറഅത്തിൻ തഫ്ശിയ സിർറ ബൈതിഹാ വഹാലിഹാ മഅ സൗജിഹാ ഇലാ അഹദി മിനന്നാസ്. ഇത്തരം രഹസ്യങ്ങൾ ജനങ്ങളിൽപ്പെട്ട ഒരാളോടും അവർ ഷെയർ ചെയ്യരുത്, പങ്കുവെക്കരുത് എന്നാണ്. അപ്പം അത് രഹസ്യമായിട്ട് നിലനിൽക്കേണ്ടതാണ് എന്നാണ്. അതുപോലെ തന്നെ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യമാർ മനസ്സിലാക്കേണ്ട സുപ്രധാനമായിട്ടൊരു കാര്യം, ദാമ്പത്യബന്ധം നിലനിൽക്കുന്നത് എന്ന് തന്നെ ദാമ്പത്യബന്ധം സംതൃപ്തിയുള്ളതാകുന്നതും ദാമ്പത്യബന്ധം സംതൃപ്തിയുള്ളതാകുവാനും പരസ്പരം സ്നേഹം വർദ്ധിക്കുവാനും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ലൈംഗിക ബന്ധം എന്നുള്ളത്. ശറഅ് അനുവദിച്ച അനിവാര്യമായ കാര്യങ്ങൾ ഉണ്ടായാലല്ലാതെ ഭാര്യമാർ ലൈംഗിക ബന്ധത്തിന് വിസമ്മതം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. രോഗങ്ങളുണ്ടാകുക, ഫർള് നോമ്പ് നോൽക്കുക, ആർത്തവതിയാകുക തുടങ്ങിയ ശറഈയായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടേക്കാം. ഇത്തരം കാരണങ്ങളൊന്നുമില്ലാതെ ലൈംഗിക ബന്ധത്തിന് വിസമ്മതം പ്രകടിപ്പിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്, പാവമാണ്. മാത്രവുമല്ല, അങ്ങനെ നിരന്തരമായി വിസമ്മതം പ്രകടിപ്പിക്കുന്ന ഭാര്യമാരുടെ ഭർത്താക്കന്മാർ അവിഹിത ബന്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അവരുടെ ലൈംഗിക ദാഹം തീർക്കുവാൻ വേണ്ടി. അങ്ങനെ അവർ പോവുകയാണെങ്കിൽ അതിനൊരു കാരണക്കാരി ഭാര്യമാരായിത്തീരും എന്നാണ്. റസൂലുള്ളാഹി എന്താ പറയുന്നത്? ഭർത്താവ് അടുത്തുണ്ടാകുമ്പോൾ സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വാങ്ങണം എന്നാണ്. കാരണം അദ്ദേഹത്തിന് ഈ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവൾ നോമ്പ് നോൽക്കാൻ പാടില്ല. ലാ യഹില്ലു ലിൽ മർഅത്തി അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നി. ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിലേ സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട ഈ ലൈംഗിക ആസ്വാദനം നിഷേധിക്കാൻ ഭാര്യമാർക്ക് അനുവാദമില്ല. അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ അവർക്ക് ശാപമുണ്ട് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും എന്ന് ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം. ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫലൻ തഅതി ഫബാത ഗളിബാന ലഅനതുൽ മലായിക. ഒരു പുരുഷൻ
ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ തൻ്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് അതിന് വിസമ്മതം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഭർത്താവ് ദേഷ്യപ്പെട്ടാണ് അന്ന് രാത്രി കഴിച്ചു കൂട്ടിയതെങ്കിൽ ലഅനത്ത് ഹൽ മലായിക, മലക്കുകൾ അവളെ ശപിക്കുന്നതാണ് എന്ന് ഇമാം ബുഖാരിയുടെ ഹദീസ് നമ്മൾ വ്യക്തമാക്കി തരാണ്. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം സുഖമായി നിലനിൽക്കുവാനും സ്നേഹബന്ധം നിലനിൽക്കുവാനും ഭാര്യാഭർത്താക്കന്മാർ പരസ്പരമുള്ള ലൈംഗിക ബന്ധം അത് വളരെ ഇമ്പോർട്ടൻ്റായ അനിവാര്യമായ ഒരു കാര്യമായിട്ട് വിശുദ്ധ ഇസ്ലാം മനസ്സിലാക്കുകയും അത് വ്യക്തിയുടെ പ്രകൃതിപരമായ ഒരു തേട്ടമാണ്. അത് പ്രകൃതിപരമായ രൂപത്തിൽ അത് നിർവഹിക്കപ്പെടണം. അതിന് വിസമ്മതം പ്രകടിപ്പിക്കരുത്. അത് ഭാര്യയുടെ കർത്തവ്യമായി അത് ഇസ്ലാം നിർവചിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഭാര്യയുടെ ബാധ്യതകളിൽപ്പെട്ടതാണ് ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്നാണ്. ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നതും സൗന്ദര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഭാര്യ ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിട്ടാണ്. ശരിക്കും സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും അനുഭവിക്കുവാനും അർഹതപ്പെട്ടത് ഭർത്താക്കന്മാരാണ് എന്നാണ്. ഇപ്പോൾ നടക്കുന്നത് നേരെ വിപരീതമാണ്. പുറത്തിറങ്ങി നാട്ടുകാർ കാണുവാൻ അണിഞ്ഞൊരുങ്ങുകയും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്ത്രീകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭർത്താവിൻ്റെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ മുഷിഞ്ഞ വേഷങ്ങളുമായിട്ടാണ് ഇവർ വരുന്നത്. പുറത്തു പോകുമ്പോഴാണ് ഇവർ നല്ല വേഷങ്ങൾ ധരിക്കുന്നത്. ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, ഖുർആൻ വ്യാഖ്യാതാവായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറയാണ്, ഇന്നി ല ഉഹിബ്ബു അൻ അതസയ്യന ലിൽ മർഅ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അഥവാ അദ്ദേഹം ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ആഗ്രഹിക്കുന്നു. കമാ അഹബ്ബ അൻ തതസയ്യന ലിയൽ മർഅ, എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യ അണിഞ്ഞൊരുങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് വേണ്ടി ഞാനും അണിഞ്ഞൊരുങ്ങാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ കൈകളിൽ വെള്ളി കൊണ്ടുള്ള വളകൾ കണ്ടു. റസൂൽ ചോദിച്ചു, മാഹാദ യാ ആയിഷ, ആയിഷ ഇതെന്താണ്? അപ്പോൾ ആയിഷായി പറയാണ്, സനഅതുഹുന്ന അതസയ്യനു ബിഹിന്ന ലക, ഇത് താങ്കൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ഞാൻ ധരിച്ചിട്ടുള്ളതാകുന്നു എന്ന് റസൂലുള്ളാഹി പറയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടി അഴകാർന്ന അണിഞ്ഞൊരുങ്ങി സ്ത്രീകൾ ഭർത്താവിൻ്റെ സന്നിധിയിൽ ഹാജരാകാൻ വേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. പുറത്തിറങ്ങുകയാണെങ്കിൽ മാന്യമായ വേഷം ധരിച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത്. തൻ്റെ ശരീരഭാഗങ്ങൾ പരപുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 33-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീനോടും അതുപോലെ തന്നെ വിശ്വാസിനികളായ സ്ത്രീകളോടും പറയുന്നത്, നിങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ് വേണ്ടത്. അനാവശ്യമായി ആവശ്യമില്ലാതെ ജാഹിലിയ കാലത്തെ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്ന മാതിരി അണിഞ്ഞൊരുങ്ങിയും കൊണ്ട് പുറത്തേക്ക് പുറത്തു പോകരുത് എന്നാണ്. ഒലാ തബർറുജന തബറുജൽ ജാഹിലിയത്തുൽ ഊല, പരപുരുഷന്മാരെ ആകർഷിക്കുന്ന വിധം വേഷവിധാനം ധരിച്ച് പുറത്തിറങ്ങരുത്. അത് പൈശാചിക പ്രവർത്തനങ്ങളാണ്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, ഇന്നൽ മർഅത ഔറത്തുൻ, ശരിക്കും സ്ത്രീ എന്നുള്ളത് ഗോപ്യമാക്കി വെക്കേണ്ടവളാണ്. അവൾ അത് ചെയ്യാതെ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ പിശാച് അവനെ വട്ടമിടും, അഥവാ പിശാചിൻ്റെ പ്രേരണ അവർക്കുണ്ടാകുമെന്നാണ്. അവൾ ഏറ്റവും അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് ലഭിക്കുന്നത് അവർ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് എന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭർത്താക്കന്മാർ വീടിനകത്തും ഭാര്യമാർ വീടിന് പുറത്തുമാണ്. പർച്ചേസിങ്ങിനും മറ്റാവശ്യങ്ങൾക്കും കാശ് കൊടുത്തുകൊണ്ട് നമ്മൾ സ്ത്രീകളെ നമ്മളെ ഭാര്യമാരെ പറഞ്ഞയക്കുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നത്. പക്ഷേ അപ്പോഴും ഇസ്ലാമിൻ്റെതായ നിയമങ്ങളും ആ മര്യാദകളും പാലിച്ചുകൊണ്ടല്ല പല സ്ത്രീകളും പുറത്തു പോകുന്നത് ദുഃഖകരമായൊരു കാഴ്ചയാണ്. ഇസ്ലാം പറയുന്നത് അനിവാര്യമായ കാര്യങ്ങൾക്ക് ജുമാ, അതേമാതിരി നമസ്കാരം, മത ഉപദേശം കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇസ്ലാമിക ചിട്ടകൾ പാലിച്ചുകൊണ്ട് അവർക്ക് പുറത്തു പോകാമെന്നാണ്. അപ്പോൾ ആ നിയമങ്ങൾ സ്ത്രീകൾ പാലിക്കണം. അതുപോലെ തന്നെ ഭാര്യ മനസ്സിലാക്കേണ്ട അവരുടെ ബാധ്യതയിൽപ്പെട്ടത് എന്താണ്? ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി അവർ മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാണ് അവർ ചിലവഴിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഭർത്താവിനോട് ആവശ്യപ്പെടാവൂ, അല്ലേ? മറ്റ് പണക്കാരായ ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ആവശ്യങ്ങൾ ഒന്നും തന്നെ തൻ്റെ ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാതെ ഭാര്യമാർ ആവശ്യപ്പെടാൻ പാടില്ല എന്നാണ്.
അതുപോലെ തന്നെ വീട്ടുജോലികൾ അധികമായി വരുമ്പോൾ ഭർത്താക്കന്മാർ അവരെ സഹായിച്ചു കൊടുക്കണമെന്നാണ്. പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോവേണ്ട ഒരു സംവിധാനമാണ് ഈ കുടുംബ സംവിധാനം എന്നുള്ളത്. ഒരാൾ കൽപ്പിക്കുകയും മറ്റാൾ അത് അനുസരിക്കുകയും ചെയ്യൽ മാത്രമല്ല, പരസ്പര സഹകരണത്തോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു പ്രവർത്തനമാണ് കുടുംബ സംവിധാനം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പൊന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച അലി റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനും അവരുടെ വീടുകളിലെ ജോലികൾ വിഭജിച്ചു കൊടുത്തു എന്നാണ്. വീടിനുള്ളിലെ ജോലികൾ, പാചക ജോലികളൊക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും, അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തുള്ള ജോലികൾ പിന്നെ അലി റളിയല്ലാഹു അൻഹു വേണ്ട. അതേമാതിരി വിറക് ശരിയാക്കുക, മൃഗങ്ങളെ കറക്കുക എന്നൊക്കെ. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുക്ക് വന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ കൈക്ക് ജോലികൾ ചെയ്ത് തഴമ്പുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേലക്ക് ജോലി ചെയ്യാൻ ഒരാളെ, ഒരു അടിമ സ്ത്രീയെ, ഒരു വേലക്കാരിയെ ഏർപ്പാടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, മദീനത്തെ പള്ളിയിൽ കൊലായിൽ ഭക്ഷണത്തിന് വകയില്ലാതെ അഹ്ലു സുഫത്തിൻ്റെ ആളുകൾ പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും പുന്നാര മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, നിനക്ക് ഒരു വേലക്കാരിയെ ഏർപ്പെടുത്തി തരാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ പറയാണ്. അപ്പോൾ ഇങ്ങനെ പരസ്പര പൂരകങ്ങളായി കൺകുളിർമ പ്രദാനം ചെയ്യുന്ന ഇണകളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. ഭാര്യമാർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കണം, അത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, അവർ ചെയ്യുന്ന ഈ അവർ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. മാത്രമല്ല അത് മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഗർഭസമയത്തും പ്രസവ സന്ദർഭത്തിലും കുട്ടികളെ വളർത്തുമ്പോഴുമൊക്കെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളുമൊക്കെ സ്ത്രീകളുടെ ഭാര്യമാരുടെ പദവികൾ ഉയർത്തിക്കൊടുക്കുന്നതാണ്, മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതാണ്. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന നല്ല കർമ്മങ്ങളായിട്ടാണ് ഇസ്ലാം അത് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൽ നിന്ന് അതിന് പ്രതിഫലം തേടിക്കൊള്ളണം. അതുമൂലം അത് ഇഖ്ലാസോടുകൂടി ചെയ്യുമ്പോൾ അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കി കൊടുക്കും. ഇമാം അഹമ്മദിൻ്റെ ഒരു ഹദീസ് കാണാം, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ വസാമത്ത് ഷഹ്റഹ വഅഫലത്ത് ഫർജഹ വതഅത് സൗജഹ ഖീല ലഹാ ഫൽതദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്ന ശാഅത്ത്. ഒരു സ്ത്രീ 5 നേരം നമസ്കരിക്കുകയും വിശുദ്ധ റമളാൻ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കുകയും അവരുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അവർ വരുമ്പോൾ അവരോട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ പറയുന്നൊരു വാക്കുണ്ട്. എന്താണത്? ഫൽതദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്ന ശാഅത്ത്. നീ ആഗ്രഹിക്കുന്ന സ്വർഗത്തിൻ്റെ വാതിലിലൂടെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നാണ്. അങ്ങനെ സ്വർഗം ലഭിക്കുന്ന ഒരു കർമ്മമാണ് ഇവർ ചെയ്യുന്ന ഒരു ഇബാദത്താണ്, ഒരു നല്ല പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിയും കൊണ്ട് അത് ചെയ്താൽ ആ നിയ്യത്ത് നന്നായി കൂലി കിട്ടുന്ന. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ഹലാലായ മാർഗത്തിൽ ഭർത്താക്കന്മാരെ സ്വീകരിച്ച് കുടുംബജീവിതം നയിച്ച് സ്വർഗം നേടാൻ തയ്യാറാവണമെന്നാണ്. അല്ലാതെ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറില്ല, ജോലി നേടി ഒരു വരുമാനമൊക്കെ ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സിംഗിളായിട്ട് ജീവിതം അങ്ങ് പോയിക്കോട്ടെ എന്ന് പറയുക എന്നുള്ളത് വിശ്വാസമുള്ള, ഈമാനുള്ള, തഖ്വയുള്ള സ്ത്രീകൾക്ക് യോജിച്ചതല്ല. അങ്ങനെ പറയുന്ന സിംഗിളായിട്ട് ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ആളുകൾ സിംഗിളാണോ എന്ന് നമ്മൾ നോക്കുക, അല്ല എന്നുള്ളതാണ്. ഇപ്പം അന്യപുരുഷന്മാരുമായി ഹറാമായ രൂപത്തിൽ ചാറ്റിങ് നടത്തുകയും വീഡിയോ കോൾ നടത്തുകയും ഹറാമായ രൂപത്തിൽ അവരുടെ ലൈംഗികത പ്രകടിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നാണ്. ഹലാലിൻ്റെ മാർഗത്തിലേക്ക് അവർ വരാൻ തയ്യാറല്ല, വിവാഹം കഴിക്കാൻ അവർ തയ്യാറില്ല, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിവാഹ ജീവിതം സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് തയ്യാറല്ല. അതിൽ നിന്ന് അവർ ഒളിച്ചോടുകയാണ് എന്നാണ്, ഭീരുക്കളായി ഒളിച്ചോടുകയാണ് അല്ലേ. എന്നാൽ വിശ്വാസിനികളായ സ്ത്രീകൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ച് സംതൃപ്തമായ ജീവിതം നയിക്കാൻ, പരസ്പരം തൃപ്തിപ്പെട്ട് മരണം വരെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കണം. പരസ്പരം തൃപ്തിപ്പെട്ട് ഭാര്യാഭർത്താക്കന്മാർ മരിച്ചു പോകുമ്പോൾ അവർക്ക് സ്വർഗമാണ് എന്നാ. അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹ അന്നാ റാലിൻ ദഖലത്തിൽ ജന്ന. ഒരു സ്ത്രീ മരിച്ചു പോകുമ്പം ഭർത്താവ് അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവരതുമൂലം തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹയാണ് എന്നാണ് റസൂൽ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇടങ്ങേറായിട്ട് കാണാതെ ഇത് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന പ്രവർത്തനങ്ങളാണ്. ഗർഭധാരണവും പ്രസവവും കുഞ്ഞുങ്ങളെ വളർത്തലും നോക്കലും അവർ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കലുമൊക്കെ വളരെ പ്രതിഫലാർഹമായ പ്രവർത്തനമാണ്. അപ്പോൾ ആ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുവാൻ അവർ തയ്യാറാവണം. നമ്മൾ തയ്യാറാവണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഉണർത്തുവാനുള്ളത്. മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ പടച്ചതമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. റബ്ബ് തആല അവർക്കെല്ലാം തന്നെ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر.